എനിക്കൊന്ന് മാത്രം മാഡത്തിനോട് പറയാനുള്ളൂ. വീട്ടിൽ പോയാൽ അച്ഛൻ പറയുന്നതിനൊന്ന് എതിർത്ത് പറയരുത്. ദയവ് ചെയ്ത് അച്ഛൻ്റെ കൂടെ സന്തോഷമായിട്ട് അച്ഛൻ പറയണത് കേട്ട് ജീവിക്കണം. ഒന്ന് പോടി കിടന്ന് 22 വർഷമായിട്ട് എൻ്റെ കൂടെ ജീവിച്ച മനുഷ്യൻ്റെ കൂടെ എങ്ങനെ ഇനിയും ജീവിക്കണം എന്ന് എനിക്കറിയാം. ഇന്നലെ വന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. ആയിക്കോട്ടെ, 22 വർഷമായിട്ട് ജീവിച്ച മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ അറിയുമായിരിക്കും. പക്ഷെ 22 വർഷം മുമ്പ് മാഡം ഒരു ജീവിതം ജീവിച്ചായിരുന്നല്ലോ വേറൊരുത്തൻ്റെ കൂടെ ആഗ്രയിൽ. അത് മറക്കരുത്, അത് ഓർമ്മയുണ്ടാവണം എന്ന് പറയാണ് നമ്മുടെ അലീന സ്വന്തം അമ്മയായ വൈജയന്തിയോട്. അത് കേൾക്കുമ്പോൾ വൈഗയുടെ മുഖം ആകെ വെള്ളറി വെളുക്കുകയാണ്. എങ്ങനെ ഇവളത് അറിഞ്ഞു? വൈഗ അതോടുകൂടി ആകെ തളറുകയാണ്. അതെ, അത് മറക്കരുത് കേട്ടോ. അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മാഡം മറക്കരുത്. പിന്നെ മാഡം പറഞ്ഞല്ലോ അച്ഛനും ഞാനും തമ്മിൽ അരുതാത്ത ബന്ധമാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. എൻ്റെ അച്ഛൻ എപ്പോഴും എന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് മാത്രമേ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളൂ. ഞങ്ങളെപ്പോഴുമുള്ള ബന്ധം ഒരു അച്ഛൻ മകള് ബന്ധം തന്നെയാണ് മാഡം. ആ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ കൂടപ്പിറപ്പുകളാണ്. അവിടെയുള്ളത് എൻ്റെ അച്ഛനാ. മാഡത്തിനെ ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് കണ്ടേക്കണേ. മാഡം അത് മറക്കരുത്, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തിക്ക് ഒന്നും പറയാനില്ല. വൈജയന്തി അലീനയുടെ മുഖത്തേക്ക് നോക്കണം. അതുകൊണ്ട് ഞാൻ ദയവ് ഇത് പറയാം, കഴിഞ്ഞ കാല ജീവിതം ഓർത്തെങ്കിലും ഇനി അച്ഛൻ്റെ തലയിൽ കയറി ചവിട്ടാതെ അച്ഛൻ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുക. തർക്കുത്തരങ്ങളൊന്നും പറയാതെ മാഡത്തിന് സഹിച്ച് ക്ഷമിച്ച് നിൽക്കുക, തിരിച്ചു പോവുക വീട്ടിലേക്ക്. എന്നിട്ട് അവിടെ നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കുക. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും അതിനെതിർത്തൊന്നും പറയരുത്. കാരണം ഇനി മാഡത്തിൻ്റെ തലയിൽ ചവിട്ടി താഴ്ത്താൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ, വേറെ ഒന്നുമില്ല. മനസ്സിലാക്കണം മാഡം അത് എന്ന് പറയാണ്. അച്ഛൻ ക്ഷമയുടെ നെല്ലിപ്പലകയുടെ അറ്റം എത്തിയിട്ടാണ് അച്ഛൻ നിൽക്കണത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനായിട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ എനിക്ക് തന്നെ അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. മാഡം ഇത്രയെങ്കിലും മനസ്സിലാക്കണം. ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അലീന യാത്ര പറഞ്ഞിട്ട് അങ്ങനെ വൈകിയോട് യാത്ര പറഞ്ഞ് ഡോറിൻ്റെ അവിടെ എത്തിയിട്ട് ഒരു നിമിഷം അലീന തിരിഞ്ഞു നോക്കിയിട്ട് പറയാണ്, മാഡം ഞാൻ പോവാണ്. ഇനി ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. ഞാൻ എല്ലാവരും സ്നേഹിച്ചിട്ടുള്ളൂ. എനിക്ക് മാഡത്തിനോട് യാതൊരുവിധ വിഷമോ വെറുപ്പോ വൈരാഗ്യമോ ഒന്നുമില്ല. ഞാൻ എൻ്റെ അമ്മയെപ്പോലെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. ഞാൻ പോവാണ് എന്ന് പറയാണ്. കരഞ്ഞിട്ടാണ് അലീന അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഡോറ് തുറന്ന് നോക്കുമ്പോൾ അലീന മുത്തശ്ശിയുടെ റൂമിൽ പോയിട്ട് മുത്തശ്ശിയോട് പറയണം, മുത്തശ്ശി നീ വന്നോ? നീ വരുമെന്ന് പറഞ്ഞായിരുന്നു, മനു പറഞ്ഞായിരുന്നു നീ വന്നിട്ടുണ്ട് എന്ന്. മോളെ സുഖമല്ലേ നിനക്ക്? എനിക്ക് സുഖമാണ് മുത്തശ്ശി, ഞാൻ പോവുകയാണ്, യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. ലാസ്റ്റ് നീ പോവാൻ വേണ്ടി തീരുമാനിച്ചൂലേ മോളെ? മുത്തശ്ശി, എന്നാ എൻ്റെ മോളെ നിനക്ക് നിൻ്റെ കഷ്ടകാലമൊക്കെ ഒന്ന് മാറുക. വൈക എല്ലാം അറിഞ്ഞിരുന്നു. ഞാൻ വൈക മനസ്സ് വെച്ചെങ്കിൽ നിനക്ക് ഇപ്പോഴും അവിടെ സുഖമായിട്ട് ജീവിക്കായിരുന്നു. എന്താ ചെയ്യാം മുത്തശ്ശി? പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ നല്ലൊരു ഭക്ഷണം കഴിച്ചത്, ഞാനൊരു ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിച്ചത്, എനിക്ക് ഇത്രയും ആളുകളുണ്ടെന്ന് അറിഞ്ഞത് ഞാൻ കടപ്പാട്ടൂർ വന്നതിന് ശേഷമാണ്. ഞാനതൊന്നും ഒരിക്കലും മറക്കില്ല മുത്തശ്ശി. എന്നെ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ കാണും മുത്തശ്ശി. ഞാൻ മുത്തശ്ശിയെ കാണാൻ വരും. എനിക്ക് വരാതിരിക്കാനാവില്ലല്ലോ. ഞാൻ ആരോടും വഴക്കിട്ടിട്ടില്ലല്ലോ പോണത്. ഞാൻ വരും, എല്ലാവരെയും കാണാൻ വേണ്ടി ഞാൻ വരും പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അനുഗ്രഹം വേണം എനിക്കെന്ന് പറയുമ്പോൾ മുത്തശ്ശി അലീനയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് എൻ്റെ മോൾ നന്നായി വരും. എവിടെയാണെങ്കിലും എൻ്റെ മോൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കും. എൻ്റെ മോൾക്ക് ആ മുത്തശ്ശിയുടെ എല്ലാവിധ അനുഗ്രഹം ഉണ്ട്. എൻ്റെ മോളെ മുത്തശ്ശിയെ വെറുക്കല്ലേ പറഞ്ഞിട്ട് മുത്തശ്ശി കരയാണ്. അപ്പോൾ അലീന പറയണേ, ഇല്ല മുത്തശ്ശി, എനിക്ക് മുത്തശ്ശീനെ വെറുക്കാൻ പറ്റുമോ? മുത്തശ്ശി ഒരിടയ്ക്ക് എന്നെ വെറുത്തിരുന്നു, പക്ഷെ ഇപ്പം എൻ്റെ മുത്തശ്ശിക്ക് എന്നോട് സ്നേഹം തന്നെയല്ലേ. എനിക്ക് എൻ്റെ മുത്തശ്ശീനെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ലല്ലോ മുത്തശ്ശി. ഒരിക്കലും ഞാൻ വെറുക്കില്ല. ഞാൻ വരും മുത്തശ്ശീനെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അലീന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൈഗയുടെ ആങ്ങളമാർ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ടാവും. ചോദിക്കും, വൈഗയെ കണ്ടു, സംസാരിച്ച് എന്ത് പറഞ്ഞു? ശപിച്ചിട്ടുണ്ടാവില്ലേ? കുറേ ശപിച്ചു. നന്നാവില്ലേ പറഞ്ഞു. സാരില്ല, എന്നാലും ഇവിടെ വന്ന് പറയേണ്ടത് എൻ്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. മോളെ എവിടേക്കാണ് പോണത്? അറിയില്ല, അച്ഛൻ ഏതോ ഒരു സേഫായ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അച്ഛൻ എന്തായാലും എന്നെ ചീത്തയായിട്ടുള്ള സ്ഥലത്തൊന്നും കൊണ്ടുപോയാക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അച്ഛൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലമായിരിക്കും. കുളത്തൂർ പുഴക്കരാന്ന് അങ്ങനെ എന്തോക്കെയാണ് പറഞ്ഞത്. അവിടെ ആരാന്നാ പറഞ്ഞത്? അറിയില്ല, അതൊക്കെ അച്ഛനറിയുള്ളൂ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ആങ്ങളമാർ രണ്ടുപേരും കൂടി പരസ്പരം നോക്കുകയാണ്. അപ്പോഴേക്കും മനു അവിടെ വന്നു. അപ്പം ഞാൻ യാത്ര പറയാൻ വേണ്ടി വന്നതാ. നിങ്ങളോട് എല്ലാവരോടും കമലാൻറ്റി വരുമ്പോൾ കമലാൻറ്റിയോടും പറയണം. ഞാൻ പറഞ്ഞോളാം മോളെ. മോൾക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ല, ഒരു ദേഷ്യമില്ല. എനിക്ക് നിങ്ങളോട് ആരോടും ദേഷ്യമോ പിണക്കോ വെറുപ്പോ ഒന്നുമില്ല. ഞാനായിട്ട് തുടങ്ങിയ പ്രശ്നം ഞാനായിട്ട് തന്നെ അവസാനിപ്പിച്ചിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. മോൾ ഒറ്റയ്ക്കാണ് പോകണമെന്നൊന്നും വിചാരിക്കേണ്ട. മോൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം. ഞങ്ങളൊക്കെ മോളുടെ കൂടെയുണ്ട്. അറിയാം എനിക്ക്. ഞാൻ പോയിട്ട് വരട്ടെ ചോദിക്കുമ്പോൾ മനു പറയണം, മതി, നേരം വൈകിക്കണ്ട, പോവാന്ന് പറഞ്ഞ മനു നീ അലീനെ കൊണ്ടുപോയാക്ക് വണ്ടി എടുത്തോന്ന് പറയാണ്. അങ്ങനെ
മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അലീന ഒരു നിമിഷം ഇങ്ങനെ തിരിഞ്ഞ് എല്ലാവരെയും നോക്കിയിട്ട് വന്നിട്ട് മനുവിൻ്റെ കൂടെ വണ്ടിയിൽ കയറണം. വണ്ടിയിൽ കുറച്ച് നേരം മനു ഒന്നും സംസാരിക്കുന്നില്ല. അത് കഴിയുമ്പോൾ മനു അലീനയോട് ചോദിക്കും, വൈകാൻ്റിയോട് പറഞ്ഞോ? എന്ത്? വൈകാൻ്റിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ? ഇല്ല. എന്ത് പറഞ്ഞു? വൈകാൻ്റി ശപിച്ചിട്ടുണ്ടാവില്ല? ശപിച്ചപ്പോൾ അമ്മ ഇനിയെങ്കിലും മാഡം നല്ല രീതിയിൽ അവിടെ പോയിട്ട് അച്ഛൻ്റെ കൂടെ ജീവിച്ചാൽ മതിയായിരുന്നു. അതിന് എനിക്കൊരു കാര്യം പറയേണ്ടി വന്നു. നീ എന്താ പറഞ്ഞേ? 22 വർഷം മുമ്പ് ആഗ്രയിലത്തെ ജീവിതം ഞാൻ പറഞ്ഞു. അത് വേണ്ടായിരുന്നു. വൈകാൻ്റി ഞെട്ടിയില്ലേ? ആകെ ഷോക്കായിട്ടുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനി അവിടെ പോയി അച്ഛനെ ചവിട്ടി മെതിക്കില്ലേ? അച്ഛൻ്റെ തലയിൽ കയറി നിരങ്ങില്ലേ? അപ്പം അച്ഛൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ട അച്ഛനെല്ലാം തുറന്ന് പറയില്ലേ? അതുകൊണ്ട് മുൻകൂട്ടിയിട്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയാണ് അലീന മനുവിനോട്. അപ്പം മനു പറയണ ഒരു കണക്കിൽ നന്നായി. അപ്പം നിനക്ക് ബാക്കി കൂടി പറയായിരുന്നില്ലേ? ഹേയ് വേണ്ട, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇതൊരു ഷോക്കായിട്ട് കിടക്കട്ടെ മാഡത്തിൻ്റെ മനസ്സിൽ. അപ്പോൾ എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ മാഡത്തിനൊരു പേടിയുണ്ടാവും. ഇനി ഞാനത് എന്തായാലും അച്ഛനോട് പറയുന്നും കൂടി മനസ്സിലൊരു ഭയം ഉണ്ടാവും. അപ്പം അതൊക്കെ ഓർത്തിട്ട് നല്ല രീതിക്ക് ജീവിച്ചോളും എന്നൊക്കെ പറയാണ് അലീന മനുവിനോട്. ഇനി എന്നാ വരും? ഞാൻ കാണാം. ഞാൻ ആരോടും വഴക്കിട്ടിട്ടല്ല ഇറങ്ങിപ്പോണത്. എനിക്ക് പിന്നെ ഈ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹം തന്നിട്ടുണ്ട് മനുവേട്ടനല്ലേ. എനിക്കറിയാം മനുവേട്ടൻ്റെ കൈകളിൽ ഞാൻ സുരക്ഷിതമാണെന്ന്. അപ്പം നീ എന്നെ ഉപേക്ഷിച്ച് പോണേ? ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റുമോ? എത്ര കാലം നീ എൻ്റെ കൂടെ ഉണ്ടാവും? എൻ്റെ മരണം വരെ. അതിനപ്പുറം ഒരു ജീവിതം ഉണ്ടെങ്കിൽ അപ്പോഴും ഞാൻ കൂടി ഉണ്ടാവും. വാക്കാണല്ലോ വാക്ക്. അപ്പം മനു വണ്ടി നിർത്തിയിട്ട് അലീനയുടെ കൈ പിടിച്ചിട്ട് അലീനയ്ക്ക് നേരെ കൈ നീട്ടിയിട്ട് ചോദിക്കും, വാക്കാണല്ലോ ചോദിക്കുകയാണ്. അപ്പം അലീന വാക്ക് പറഞ്ഞിട്ട് മനുവിന് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ ഒരു പ്രണയം, അതുപോലെ തന്നെ സ്വന്തം അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങേണ്ടി വരുന്ന ഒരു മോളുടെ മാനസികാവസ്ഥ എല്ലാം നമുക്കവിടെ കാണാൻ പറ്റും. അലീന എന്ന മാലാഖക്കുട്ടി, അലീന എന്ന സ്നേഹനികേതനത്തിൽ എല്ലാവരുടെയും മാലാഖയായിട്ട് വളർന്ന കുട്ടി സ്വന്തം അമ്മയെ അന്വേഷിച്ചിറങ്ങി അവൾക്ക് സ്വന്തം അമ്മയെ കണ്ടുപിടിച്ചെങ്കിലും ആ അമ്മയുടെ എന്താ പറയുക, വെറുപ്പും വിദ്വേഷവും ഏറ്റുവാങ്ങി ആ വീടിൻ്റെ പടിയിറങ്ങാന്ന് വെച്ചാൽ ആ കുട്ടി പോകുന്നത് അവളുടെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണെന്ന് ആരും അറിയണില്ല. ബാലചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്. അവളോട് അവളുടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന് സ്റ്റാലിനി ചോദിക്കുമ്പോഴൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാലചന്ദ്രൻ പറയുമായിരിക്കും. അലീന അച്ഛൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും ബാലചന്ദ്രൻ ആ കഥ പറയുമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്താ വരുന്നത് വെച്ചാൽ ബാലചന്ദ്രൻ അലീനയും കൂട്ടി സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോവുന്നുണ്ട്. അവരുടെ വീട്ടിൽ പോയി വണ്ടി നിർത്തുന്ന ഭാഗം. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അലീന യാത്ര പറഞ്ഞിറങ്ങുമ്പോഴുള്ള ഒരു വൈകാരിക നിമിഷങ്ങൾ, അതായത് ബാലചന്ദ്രൻ്റെ വീട്ടിലെ വൈകാരിക നിമിഷങ്ങൾ, അവളുടെ കൂടപ്പിറപ്പുകൾ, അവളെ യാത്ര അയക്കുന്ന കൂടപ്പിറപ്പുകൾ, അവളുടെ അനിയത്തിയെ പോലെ കരുതിയ വേറൊരു പെൺകുട്ടിയുണ്ട്, പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു പെൺകുട്ടി. അങ്ങനെ എല്ലാവരുടെയും ഒരുപാട് പേര്, അലീനയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ മനസ്സ് വേദനിച്ചിട്ട് ഒരുപാട് പേരുടെ ഹൃദയങ്ങൾ നുറുങ്ങിയിട്ടാണ് അലീന വീടിൻ്റെ പടിയിറങ്ങുന്നത്. അലീനയ്ക്ക് പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ അലീനയായിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അലീനയായിട്ട് തന്നെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അലീന അവിടെ നിന്ന് ഇറങ്ങണ നിമിഷം വൈജയന്തി അത് മനസ്സിലാക്കും. അലീന സ്വന്തം മകളാണെന്നുള്ള സത്യം വൈജയന്തി മനസ്സിലാക്കാൻ ഇനി അധികം ദിവസങ്ങളില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഹൃദയസ്പർശിയായ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ മഴ തോരും മുൻപേ. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്